ഹലോ! എന്തെല്ലാം ഉണ്ട്? ഞാനിങ്ങനെ വെയിലത്ത് നടന്നിട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ബാംഗ്ലൂരിലെ ഒരു റെസ്റ്റോറന്റിലേക്കാ പോകുന്നത്. എത്ര വെയിലുണ്ടായി കഴിഞ്ഞാലും എനിക്ക് ഓട്ടോ പിടിക്കാൻ വല്ലാത്തൊരു മടിയാ. ഓട്ടോന് പൈസ കൊടുക്കാൻ മാത്രം എന്താന്നറിയില്ല ഒരു എക്കശക്തിയാ. അതുകൊണ്ട് ഞാൻ പരമാവധി നടക്കാറാ പതിവ്. ഓട്ടോ എടുക്കുന്നത് വളരെ ചുരുക്കാ. അങ്ങനെ വെയിലത്ത് നടന്നിട്ട് ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് എത്തിയ എന്നിട്ട് മെനുവെല്ലാം നോക്കിയിട്ട് ഇവിടുത്തെ കുറച്ച് മെയിനായിട്ടുള്ള ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്. അതിൽ ഒരു ഐറ്റമാണ് ഇത്. സാധനം മിക്ക റെസ്റ്റോറൻറ്റ്സിലും കിട്ടുന്ന അതേ ഐറ്റം തന്നെയാണ്. ചിക്കൻ കൊണ്ടാട്ടമില്ലേ അതാണേ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 330 രൂപയാണ് ഒരു പ്ലേറ്റ് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റേറ്റ് വരുന്നത്. ഒരു വലിയ കുബൂസും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് യമനി കുബൂസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് വേറെ ഒരു ഐറ്റം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതാണിതാ ഈ കാണുന്ന സാധനം. ഇതാണ് ചിക്കൻ അദ്ദ. ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടാണ്. ബോൺലെസ് ചിക്കൻ പീസാ ഉണ്ടാവുക. അപ്പോൾ മറ്റേ ആ യമനി കുബൂസില്ലേ അതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ഇതാ ഈ ചിക്കൻ അദ്ദേൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കഴിച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ സാധനം. നമ്മളെ ബട്ടർ ചിക്കനല്ലോ ഇല്ലേ, ഏകദേശം ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിക്കൻ ഇങ്ങനെ പിച്ചി ചില്ലി ഇട്ടിട്ടുണ്ടാവുക, അതായത് ഓരോ പീസായിട്ടെല്ലാം ഉണ്ടാവും. ഇങ്ങനെ ചില്ലി ഇട്ട പോലത്തെ ടൈപ്പിലാണ് ആ അഗ്ദ എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അപ്പോൾ അങ്ങനെ ആ കുബൂസിനോട് അത് കഴിച്ച് നോക്കിയ ശേഷം പിന്നെ കുബൂസിന് ഒരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ആ ചിക്കൻ കൊണ്ടാട്ടൂല്ലേ അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് കുറച്ച് ആ ഗ്രേവി പോലത്തെ അതിൽ മുക്കിയിട്ട് കണ്ണ് കൂട്ടിയിട്ട് കഴിച്ച് നോക്കിയേ. എൻ്റെ അമ്മോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ മസാലേൻ്റെ എല്ലാം ഒരു ഫ്ലേവർ ബാലൻസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഓൺ പോയിൻ്റ് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ മന്തി. ആ മന്തീൻ്റെ കൂടെ ഞാൻ 2 അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു അൽഫാമാണ് ഇതാ ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഇറാനിയൻ ചിക്കൻ അൽഫാം. 290 രൂപയാണ് ഒരു ക്വാർട്ടർ ഇറാനിയൻ ചിക്കൻ അൽഫാം മന്തീൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ മന്തി റൈസ് ലേശം എൻ്റെ പ്ലേറ്റിലോട്ടേക്ക് തട്ടിയ ശേഷം ആ ഇറാനിയൻ അൽഫാം എടുത്തിട്ട് റൈസിൻ്റെ മേലെയാടെ വെച്ച് എന്നിട്ട് ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ലേശം ആ അൽഫാമിൻ്റെ മേലെയുള്ള ക്രീമിൽ ഒന്നിങ്ങനെ തൊട്ട് തലോടി തഴുകിയിട്ട് കഴിച്ച് ഫ്ലേവർ സെറ്റാണ് കേട്ടോ. അതിന് ശേഷം കുറച്ച് മന്തി റൈസ് ഇതാ ഒന്നിങ്ങനെ കുഴച്ചിട്ട് വാരി എടുത്തിട്ട് ഈ മന്തി റൈസിൻ്റെ ഫ്ലേവർ ഞാൻ കേരളത്തിൽ നിന്ന് ഇവരെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ആ ഒരു ഫ്ലേവറുമായിട്ട് നല്ല ഡിഫറൻസ് ഉള്ള പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിന് ശേഷം പിന്നെ ആ ഇറാനിയൻ ചിക്കൻ അൽഫാം ഒന്ന് ചെറിയൊരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ മന്തി റൈസിൻ്റെ കൂടെ വെച്ച് ആ റൈസും ചിക്കൻ പീസും എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് വാരി എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നേ. നല്ല ടേസ്റ്റ് കേട്ടോ മന്തി റൈസ്. നമ്മളെ കണ്ണൂരിലെ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും എത്രയോ ടേസ്റ്റി ആയിട്ട് തോന്നിയത് എനിക്ക് ഇവിടുന്ന് കഴിച്ചപ്പോഴാണ്. അപ്പോൾ അങ്ങനെ അത് കഴിച്ച ശേഷം പിന്നെ കഴിച്ചത് ഈ ജമൈക്കൻ അൽഫാമാണ്. ഇവിടുത്തെ നിലവിലത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള അൽഫാമുകളിൽ ഒരു അൽഫാമാണിത്. കുറച്ചൊരു പുളി, ചെറിയൊരു മധുരം, ഒരു ടാങ്കിനെസ്, അങ്ങനത്തെ കുറച്ച് ഫ്ലേവേഴ്സ് ഒരുമിച്ച് വരുമ്പോഴുള്ളൊരു ടൈപ്പ് ഫ്ലേവറില്ലേ, അതുപോലത്തെ ഒരു ഫ്ലേവർ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് ഈ റൈസിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റെല്ലാം ഉണ്ട്, പക്ഷേ മറ്റേ ഇറാനിയൻ അൽഫാമിൻ്റെ അത്ര വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറേ നേരമായിട്ട് ചിക്കൻ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത ഒരു ഐറ്റമാണ് ഇതാ ഈ കാണുന്ന മട്ടൻ്റെ ഐറ്റം. ഇതാണ് ഇവിടുത്തെ പെപ്പർ മട്ടൺ. 360 റുപ്യാണ് ഈ ഒരു മട്ടൻ്റെ റേറ്റ്, പെപ്പർ മട്ടൻ്റെ റേറ്റ്. അത്ര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം ഇതൊരു വലിയ റെസ്റ്റോറൻ്റാണ്. നമ്മളെ നാട്ടിലുള്ള ചെറിയ റെസ്റ്റോറൻറ്റിലുണ്ട് ഏകദേശം 330 റുപ്യ 360 റുപ്യയെല്ലാം ഉണ്ട് ഒരു പുട്ടും മട്ടണെല്ലാം കഴിക്കുന്ന സ്ഥലത്തെല്ലാം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ മീറ്റ്. ഇതാ തൊടുമ്പോൾ ഇങ്ങനെ പളുങ്ക് പളുങ്ക് പോലെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ആ ഒരു മട്ടൻ്റെ നെയ്യിൻ്റെ എല്ലാം ആ ഒരു മണം ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോ പ്രാവശ്യം ഇതിൻ്റെ അകത്തുനിന്ന് പീസ് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ മൂക്കിലോട്ട് അങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ ഈ മട്ടൺ, ഒന്നും പറയാനില്ല. റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള സെറ്റ് ചെയ്യുന്നേ. ആദ്യം കഴിച്ച യമനി കുബൂസില്ലേ അതിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് നമ്മളെ ആ പെപ്പർ മട്ടൺ. അപ്പോൾ ഇതാണ് ഞാൻ ഇത്രയും നേരം കഴിച്ചുകൊണ്ടിരുന്ന റെസ്റ്റോറൻറ്റ്, നെഹദി മന്തിയെ. കർണാടകയിലെ നമ്മളെ ബാംഗ്ലൂരിലൊരു നെഹദി മന്തിയെ ലൊക്കേഷനിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതെല്ലാം കഴിച്ച ശേഷം അവസാനം ലേശം മധുരമായി കളയാമെന്ന് വിചാരിച്ചിട്ട് ഇവരെടുത്തെ, അതായത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഇവരുടെ സിഗ്നേച്ചർ ഡെസേർട്ടിനെ അങ്ങോട്ട് ഓർഡർ ചെയ്ത് അതാണ് ഈ കാണുന്ന സാധാരണ സ്ഥലംകാട്ടിയല്ല, റോയൽ സ്ഥലംകാട്ടി. മിൽക്ക് ചോക്ലേറ്റും പിസ്താഷ്യവും വൈറ്റ് ചോക്ലേറ്റും കുനാഫയും പിന്നെ കിൻഡറിൻ്റെ ആ മുട്ടായില്ലേ അതും എല്ലാം കൂടെ വരുന്ന ഒരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബേസിലൊരു സ്പഞ്ചും ഉണ്ട്. അങ്ങനെ ഒരു ഓവർ സ്വീറ്റ്നെസ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് മടുക്കുന്നുണ്ടായിട്ടില്ല. അങ്ങനെ കഴിച്ചുകൊണ്ടേ നിന്നു ഒരിക്കൽ കഴിച്ചാൽ പിന്നെ. അപ്പോൾ ഇതാണ് സ്പോട്ട്, നെഹദി മന്തിയാണ്. ബാംഗ്ലൂർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തൊരു ഔട്ട്ലെറ്റായത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ടോട്ടൽ ബില്ല് കാണിച്ചു തരാം. ഇതാ. അപ്പോൾ ഈ നെഹദി മന്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ മാർത്തള്ളിയിലാണ്. ഗൂഗിൾ മാപ്പിലെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ശരി.